എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ഉറക്കത്തിനെ കുറിച്ച് നോക്കാം. നമുക്ക് ശരിയായിട്ട് ഉറങ്ങിയാൽ മാത്രമേ മനസ്സിനും ശരീരത്തിനും പൂർണ്ണ വിശ്രമം കിട്ടി രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ട് എണീക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. മിക്ക ആൾക്കാരും ഇന്ന് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അത്ര തൃപ്തിയില്ലാണ്ടായിരിക്കും എണീക്കുന്നത് തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറക്കമില്ലായ്മ വരുന്നതെന്ന് നോക്കാം. ഒന്ന് നമ്മുടെ ഫുഡ് ഹാബിറ്റാണ്. നമ്മൾ ധാരാളം ചായ, കോഫി ഇവയൊക്കെ അടിമയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉറക്കമുണ്ടാവുന്ന പ്രവണത കുറവായിരിക്കും. അത് നമ്മളിങ്ങനെ ഒരുപാട് കുടിക്കുന്നതിനനുസരിച്ചിട്ട് ശരീരം അത് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് എപ്പോഴും ജാഗരൂകമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചായ, കോഫി പോലുള്ളവ വളരെ കുറച്ച് മാത്രമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് അത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വിശന്ന ശേഷം രാവിലെ ആണെങ്കിൽ രാവിലെ കഴിച്ച് പിന്നെ നല്ലൊരു ഇടവേള കൊടുത്തുകൊണ്ട് ഉച്ചക്ക് കഴിച്ചു. പിന്നീട് വൈകുന്നേരം സന്ധ്യക്ക് മുന്നേ നമ്മുടെ ഭക്ഷണം നിർത്തുന്ന രൂപത്തിൽ കഴിച്ചാൽ നമുക്ക് രാത്രി ഒരു 9 മണി 9:30ക്കുള്ളിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം. ഫോണായിക്കോട്ടെ, TV ആയിക്കോട്ടെ, നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് ഒരുപാട് നേരം ഇരിക്കുമ്പം നമ്മുടെ ബ്രെയിൻ വിചാരിക്കും രാത്രി ആയിട്ടില്ല എന്നുള്ളൊരു ഇതിലാണ് നമുക്ക് ഉറക്കം ഉറക്കം വരാണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഉറക്കം വരുന്നവരെ ഫോണ് നോക്കാമെന്നുള്ള ചില ആൾ TV കണ്ട് നേരം വൈകി ഉറങ്ങുന്നുണ്ടാവും, ചില ആൾ ഫോൺ സ്ക്രോൾ ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത് എത്രത്തോളം സ്ക്രീന് നമ്മൾ നോക്കുന്നു അത്രത്തോളം നമ്മൾ ഉറക്കം പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒരു ജീവിതശൈലി ഒന്ന് മാറ്റുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉറക്കം വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അമിതമായിട്ട് ശരീരവേദന ഉള്ളവർക്കും രാത്രി ഉറക്കം കുറവായിരിക്കും. കാരണം അവർക്ക് വേദന കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കടന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് ഉറക്കം വരുന്ന അതിനുള്ള സാധ്യത കുറവായിരിക്കും. രോഗത്തിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നതാണ് ഈ ടൈം കാണുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആൻസൈറ്റി, ഡിപ്രഷൻ. ഇത് കുറക്കാൻ വേണ്ടിയിട്ട് ഉറക്കത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ നല്ലൊരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുക്ക പോയിട്ട് അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ യോഗ പോലെയോ എന്തെങ്കിലും ശാരീരികമായിട്ട് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിൽ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ആ മാനസിക സംഘർഷം കുറയാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ സ്ട്രെസ് അടിച്ചതുകൊണ്ട് ആ ഒരു പ്രശ്നം പോകുന്നില്ല. നമുക്ക് എന്താണോ പ്രോബ്ലം ഉള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെയും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാവുകയും അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് കുറക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുകയാണ് വേണ്ടത്, ചിന്തകളെ മാറ്റുകയാണ് വേണ്ടത്. അല്ലാതെ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ചിന്തിച്ചു വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെടുകയും അങ്ങനെ ഒരു നമ്മുടെ ജീവിതശൈലി ഇങ്ങനെ ഒരു സന്ധ്യക്ക് മുന്നേ ഫുഡ് കഴിച്ചുകൊണ്ട് ബാക്കി ടൈം ഉറക്കത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നത് കാണാൻ വേണ്ടി പറ്റും. കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഉള്ള ലൈഫിനെ സന്തോഷത്തോടെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഉറക്കവും മനസ്സമാധാനവും ഒക്കെ കിട്ടുന്നത്. ആൻസൈറ്റിയും ഓവർ തിങ്കിങ് ഒന്നും നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് ഉറക്കമില്ലായ്മ. അതിനനുസരിച്ചിട്ട് ആന്തരിക അവയവങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നിങ്ങളുടെ ബോഡിയിൽ ഓരോ ബുദ്ധിമുട്ടായിട്ട് അത് കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്താലും രാത്രി 9 മണിക്കുള്ളിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് 9 മണി to 10 മണിക്കുള്ളിൽ ഉറങ്ങാൻ ശ്രമിക്കുകയും നമ്മുടെ ചിന്തകളെ അപ്പോൾ തന്നെ കുറേ ഭാഗം കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാവരും വിചാരിക്കുന്നത് രാത്രി ഉറക്കം കിട്ടാത്തത് പല ചിന്തകൾ കൊണ്ടാണെന്ന്. നമ്മൾ പക്ഷേ നമ്മുടെ ഫുഡ് വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് വരികയും അതിനനുസരിച്ച് കിടന്നാൽ ഉറക്കില്ലെങ്കിൽ കൂടി അങ്ങനെ കിടന്ന് ശീലമാക്കി ഈ ഫോൺ ഉപയോഗം, TV ഉപയോഗമൊക്കെ കുറച്ചുകൊണ്ട് അങ്ങനെ കിടക്കാൻ ശീലമാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം കിട്ടുകയും നമ്മുടെ ബോഡിയിലുള്ള പല ബുദ്ധിമുട്ടുകളും മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും.
ഓക്കെ, താങ്ക് യു.